ഗുഡ് മോർണിംഗ്. രാവിലെ എഴുന്നേറ്റു. ഇന്ന് രാവിലെ തന്നെ ബോഡി ചെക്കപ്പ് ചെയ്യാൻ പോകണമായിരുന്നു. 6:30 പോകണം വിചാരിച്ചു, പക്ഷേ എനിക്കും മടിയായി. അനിയനും ഓൾറെഡി മടിയായിരുന്നു. എന്തായാലും അങ്ങനെ ഇപ്പോൾ ടൈം 7:30 ആവാനായി. സോ ഞാൻ വിചാരിച്ച് റെഡി ആയിട്ട് പോവാം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ. കാരണം എനിക്കിത് തിരിച്ച് എറണാകുളം പോകാതാണ്. നാളത്തെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെയും മൺഡേ ആയല്ലോ. സോ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി കാണാം. ബായ്. അനിയനെ വിളിച്ചെടുത്തിട്ട് നമുക്ക് പോകാം. നേരെ ഹോസ്പിറ്റലിൽ പോകും. ഇനി ഹോസ്പിറ്റലിൽ കാണാം കേട്ടോ. ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല, ഫാസ്റ്റിംഗ് ആണല്ലോ. സോ ചായ പോലും കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ സങ്കടത്തിൽ നമുക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാം. സോ ഇനി ഹോസ്പിറ്റലിൽ അങ്ങനെ താഴെ പോയി അച്ഛനാണ് ഗേറ്റൊക്കെ വൃത്തിയാക്കായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വണ്ടി എടുത്തു ഹോസ്പിറ്റലിലേക്ക് പോവാണ്. പിന്നെ വണ്ടി ഇരുന്നിട്ടുള്ള പരിപാടിയാണ്. 8:04 മണിക്കാണ്. 6:30 ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് 8:04 പിന്നെ ഞങ്ങൾ രണ്ടോട് സെൽഫി. ഇതിൻ്റെ റിസപ്ഷൻ നടന്ന ഏരിയ ആണ്. ദെൻ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ഇനി ഹോസ്പിറ്റലിലെത്തിയിട്ട് നേരെ ലാബിൽ പോവാം. ലാബിൽ പോയിട്ട് എൻ്റെ പേരൊക്കെ പറയാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു. എന്നിട്ട് അവർ എനിക്ക് വേണ്ടിയുള്ള ഇഞ്ചക്ഷനൊക്കെ എടുത്തു വെച്ചു. കുറേ ചോരെടുത്തു അന്നത്തെ ദിവസം. അത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ടും എടുക്കാറുണ്ട്. ഫാസ്റ്റിംഗ് നോക്കിയിട്ട് ഫാസ്റ്റിംഗ് എല്ലാത്തും നോക്കുമല്ലോ. ഞാനപ്പോൾ സെറ്റ് ദോശയും പറഞ്ഞു, അവൻ പൊറോട്ടയും പറഞ്ഞു. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയി. അപ്പോഴാണ് അമ്മയില്ല എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. അങ്ങനെ എൻ്റെ അമ്മ നൈസായിട്ട് പറ്റിച്ചു ഗായ്സ്. അപ്പോൾ എൻ്റെ കയ്യിൽ സ്വന്തമായിട്ട് ഒരു ചാവി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ കയറി എൻ്റെ പഴയ സാധനങ്ങളൊക്കെ എടുത്തു. ഞാൻ പിന്നെ വീട്ടിലെത്തിയിട്ട് ഞാൻ വൈകുന്നേരം 5 മണിക്കൊരു ട്രെയിനുണ്ട്, അതിൽ കയറി. എന്നത്തെയും പോലെ തിരക്ക് തന്നെ. ഒരു 9 മണിയൊക്കെ റൂമിലെത്തി. ദെൻ ഓക്കെ ബൈ.